ഇന്നത്തെ പുട്ടിനെന്താ ഒരു മഞ്ഞ കൂടുതൽ? ഗോതമ്പ് പുട്ടല്ലേ? നീ ഒന്നും ചോദിക്കൂല, ഇവിടെ എല്ലാം മഞ്ഞക്കറിയൊന്നും. ഞാൻ വിചാരിച്ചു ഇന്ന് മഞ്ഞ പുട്ടായിരിക്കാന്ന്. ഇത് മഞ്ഞളല്ല കേട്ടാ, ചോളപ്പുട്ടാണ്. ചോളം പൊടിച്ചതാ? ചോളം പൊടിച്ച പുട്ടാണ്, ചോളപ്പുട്ട്. ഇപ്പൊ പുട്ടിൽ വെറൈറ്റി കണ്ടെത്തുന്ന അമ്മായിയമ്മ. പുട്ടില് വെറൈറ്റി ഉണ്ട്. ചുവപ്പ് പുട്ടുണ്ട്, മഞ്ഞ പുട്ടുണ്ട്. ചുവപ്പ് പുട്ട് നമ്മളില്ല ചുമന്ന അരി പൊടിപ്പിക്കില്ല, അത് ആ പുട്ടിന്റെ കളർ വരും. പച്ചരി പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ചോളപ്പുട്ടും ഞാലിപ്പൂവൻ പഴവും. പഴം ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പഴം ഞാനിപ്പോ പഴം. ഇത് ഒടിഞ്ഞു ഉണക്കത്തൊടിഞ്ഞു വീണ കായാണ് കേട്ടോ. അതും പിന്നെ ചായ ഒടിഞ്ഞു വീണോണ്ടാണ് ഈ കൊച്ചു ഒടിഞ്ഞു വീണു. പക്ഷെ നല്ല വിളഞ്ഞ് നല്ല മധുരം കേട്ടാ, നല്ല പഴം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയാം. അന്നേരം ചോളപ്പുട്ടും സൂപ്പർ. നമുക്കിനി ചോളം മേടിച്ച് പൊടിപ്പിക്കാം. ഈ ചോളം മേടിച്ച് അരച്ചുണെങ്കിൽ പൊടിപ്പിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഒറിജിനല്. ഈ കടലിലെ ചോളം അതല്ല, ഇതിന് പ്രത്യേക ഒരു രുചിയുണ്ട്. നമ്മള് ചോളം മേടിച്ച് അതിനെ കഴുകി അരിച്ച് ഉണക്കിയിട്ട് പൊടിപ്പിക്കണം. പൊടിപ്പിച്ച് വെച്ചാൽ അത് എത്ര ഇരുന്നാലും നല്ല രുചിയാണ്, തിന്നാനും കൊള്ളാം, നല്ല മയമുണ്ട്. അപ്പൊ ഓക്കേ ഓക്കെ.